ഹിന്ദുക്കൾക്കിടയിൽ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജസ്ന എന്നൊരു യുവതി കൃഷ്ണൻ്റെ വലിയ ഭക്തിയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ നിരവധി ഫോട്ടോയോ ഈ പെയിൻറ്റിങ്ങോ ഒക്കെ തയ്യാറാക്കുന്നു. സുരേഷ് ഗോപിക്ക് അവർ വരച്ച ഒരു ചിത്രം കൊടുക്കുന്നു. ഇതൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നു. പക്ഷേ ആ സംഭവമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വാർത്ത പിന്നെ അവരെ അപ്രത്യക്ഷമാണെന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ല എന്തോ അവരുടെ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പറയുന്നുണ്ട്, ജസ്ന ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത്. ജസ്ന എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നാണ്. അപ്പോൾ ജസ്നയെക്കുറിച്ച് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. തലയിൽ തട്ടം അല്ലെങ്കിൽ സാരി ഇങ്ങനെ തലയിൽ തട്ടം പോലെ ഇട്ട ജസ്ന ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ആസിയ നവാസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ മഞ്ജുള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച്, മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഹിന്ദു പേര് സ്വീകരിച്ച് ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വന്നൊരു സ്ത്രീ. പക്ഷെ അവരുടെ മോഡലിംഗ് ഒന്നുമല്ല, മറ്റേ എന്താ സഭ്യമല്ലാത്ത അശ്ലീല വീഡിയോകൾ, പോൺ വീഡിയോസാണ്. വളരെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവർക്ക് സൗകര്യപ്രദമായ പേര് ഹിന്ദു പേരാണ്. ഹിന്ദു പേര് സ്വീകരിച്ചിട്ട് നമ്പ്യാർ എന്നുള്ള വാലും കൂടെ ഫിറ്റ് ചെയ്തിട്ട് അവരുടെ മുസ്ലിം സത്വം ഉപേക്ഷിച്ചിട്ട് അവർ അശ്ലീല വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ജസ്നയെക്കുറിച്ചും പെട്ടെന്ന് ചില ആക്ഷേപങ്ങൾ വന്നു. ജസ്ന അപ്പോൾ നമ്മുടെ ചർച്ചയിലും പറഞ്ഞു, ജസ്നയെ സംബന്ധിച്ചിപ്പോൾ അവർക്ക് ചില കേസുകളുണ്ട്, ചാർജ് ഷീറ്റിൻ്റെയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ആ സ്ത്രീ ഒരു ജോലി ചെയ്യുകയാണ്. നമ്മൾ ഈ പ്രൊഫഷൻ്റെ കാര്യത്തിൽ ഈ ആസിയ നവാസ് എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ പോൺ ചിത്രങ്ങളിൽ അഭിനയിക്കുക എന്നത് പോലും ഒരു തൊഴിലാണ്. ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല, വിദേശത്തൊക്കെ തൊഴിലാണ്. അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവർ ഹിന്ദു പേര് ഒരു സവർണ അല്ലെങ്കിൽ അവർണ വ്യത്യാസം നമ്മൾ നോക്കണ്ട. അവർക്ക് പക്ഷേ ക്യാച്ചി ആയിട്ടുള്ള, സാധാരണ ഈ ആളുകൾ പറയുന്ന ഉന്നത കുലസ്ത്രീകൾ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. അങ്ങനെ ഒരു കുലസ്ത്രീ പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്പ്യാർ എന്നുള്ള വാല് സ്വീകരിച്ചിട്ട് അവരുടെ പേര് വെച്ചിട്ട് ചെയ്യട്ടെ. മറ്റുള്ളവർക്ക് ഇപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതൊന്നും ആരുടെയും പ്രശ്നം. യൂട്യൂബിലും ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അതൊന്നും ആരുടെയും പ്രശ്നമല്ല. പക്ഷെ അവരുടെ പേര് സ്വീകരിച്ചതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ജസ്നയുടെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജസ്ന ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, ഏതായാലും അവർ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതായിട്ട് അറിയില്ല, കയറാൻ പറ്റത്തില്ല. കാരണം നിയമപ്രകാരം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും കൂടി ഉള്ളതുകൊണ്ട് അഹിന്ദുക്കൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്നയ്ക്ക് കയറാൻ പറ്റത്തില്ല. ജസ്ന ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിൽക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കുന്നു, അത് ആളുകൾക്ക് കൊടുക്കുന്നു. ആളുകൾ 1000, 5000 ഒക്കെ വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്നു. പിന്നെ അവരൊരു ദിവസം ഗുരുവായൂരപ്പൻ്റെ നടയ്ക്ക് മുന്നിൽ നടപ്പന്തലിന് മുന്നിൽ നിന്ന് ഓടക്കുഴൽ വായിക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു. ഓടക്കുഴൽ വായിക്കാനൊന്നും അവർക്കറിയില്ല, അവർ വെറുതെ, അതൊക്കെ ഒരു ഷോയാണ്, തർക്കമില്ല, ഷോയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ വീഡിയോ ഇങ്ങനെ എത്രയോ ആളുകൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് മറ്റ് ദേവതകളെ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും ജസ്ന പറയുന്നത് അവർക്ക് ഗുരുവായൂരപ്പനിൽ വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരാൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് തെർമോമീറ്റർ വെച്ച് അളക്കാനൊന്നും പറ്റില്ല. അതെ. അപ്പോൾ ജസ്ന പറയുന്ന മുഖബലിക്കെടുക്കുന്നു. ഏതായാലും ഗുരുവായൂരപ്പനിൽ അവരുടെ വിശ്വാസം ഉണ്ടാകും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരുടെ ഉപജീവന മാർഗം ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ച് വിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ വരുമാന മാർഗം അതാണ്. അപ്പോൾ വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ് വരുന്നതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ജസ്നയുടെ മുന്നിൽ ഭക്ഷണം വരുന്നത് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് വിശ്വാസം ഉണ്ടാവണം സ്വാഭാവികമായും. അല്ലെങ്കിൽ തന്നെ ഗുരുവായൂരപ്പൻ കണക്ക് ചോദിക്കാറൊന്നുമില്ലല്ലോ, എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന്. ജസ്ന വരയ്ക്കുന്ന ചിത്രങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് തന്നെയാണ്. അതെ അതെ. അതുകൊണ്ട് സ്വാഭാവികമായും അവർ കാഫിറുകളുടെ ഒരു ദൈവത്തെയാണ് വരയ്ക്കുന്നത്. ആ കാഫിറുകളുടെ ദൈവത്തെ വരച്ച് കാഫിറുകൾക്ക് കൊടുത്ത് കാഫിറുകളുടെ പണം വാങ്ങിയാണ് ജസ്ന ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അവരുടെ വിശ്വാസപ്രകാരം, ഇസ്ലാം മത വിശ്വാസപ്രകാരം വിഗ്രഹാരാധകരായിട്ടുള്ള എല്ലാവരും കാഫിറുകളാണ്. ഗുരുവായൂരപ്പനും ഒരു വിഗ്രഹമാണ്. കാഫിറിൻ്റെ ഷിർക്കാണ്, ഷിർക്കെന്നാ പറയുക, ഷിർക്കാണ്. ഗുരുവായൂരപ്പനെ കാണുന്നതും തൊഴുന്നതും മാത്രമല്ല, ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കുന്നതും ഷിർക്കാണ്. അപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ സമുദായ ഭ്രഷ്ടനാണ്. അപ്പോൾ ജസ്ന ഫലത്തിൽ ഇസ്ലാം മതത്തിന് പുറത്താണ്.
അവരെ ആ സമുദായം അംഗീകരിക്കത്തില്ല. അതായത് ഏകദൈവ വിശ്വാസം അല്ലാത്തതുകൊണ്ട് സമുദായത്തിന് പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായും ജസ്നയെ പല പേരുകളിൽ ഈ കാലം അത്രയും ആക്രമിച്ചുകൊണ്ടിരുന്നത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. സ്വസമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പരസ്യമായി ഗുരുവായൂരപ്പൻ്റെ ഭക്തയാന്ന് പറയുന്നു, ഗുരുവായൂരപ്പൻ്റെ പരിസരത്ത് ജീവിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടെ RSSൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ വന്ന് സുരേഷ് ഗോപിക്ക് ഒരു ചിത്രം കൊടുക്കുന്നു. അവിടെ അവരെ സ്വീകരിക്കുന്നു. സ്വീകരണമല്ല, അവിടെ അവർക്ക് തന്നെ അവസരം ഉണ്ടാകുന്നു. അവർ മറ്റൊരു ചിത്രം അമിത്ഷായ്ക്ക് കൊടുത്തയക്കുന്നു. ഇതൊക്കെ ഇവരുടെ മതത്തിലുള്ള തീവ്ര മത ചിന്താഗതിക്കാരെ അലട്ടിയിട്ടുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വ്യാപകമായ ആക്രമണം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഇസ്ലാമിക തീവ്രവാദ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു കാര്യം, അപ്പോൾ ഇവർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു സംഘം ഹിന്ദു തീവ്രവാദികൾ, അങ്ങനെ പറയേണ്ടി വരും, ആക്രമണം നടത്തിയിട്ടുണ്ട്. സമീപകാലത്ത് അവർക്കെതിരെ അവരെന്തോ ഹണി ട്രാപ്പിൽപ്പെടുത്തിയെന്നും ഒക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്റുകളൊക്കെ വരുന്നു. അങ്ങനെ വലിയ തോതിൽ ഇവർക്കെതിരെ ഈ സുഡാപ്പികൾ നടത്തിയ, അങ്ങനെ ഈ ഫണ്ടമെൻ്റൽസുകളെ എല്ലാം വിളിക്കുന്ന സുഡാപ്പികൾ ആക്രമണത്തിൽ ഹിന്ദു നാമധാരികളായ കുറേ ആളുകളും ചേർന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾ അയാളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തോട്, ഹിന്ദുക്കളുടെ വിശ്വാസത്തോട്, ഹിന്ദുവിൻ്റെ ഒരു ദൈവത്തോട് ആഭിമുഖ്യം കാണിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. നിങ്ങൾ അഖിലയുടെ കാര്യം നോക്കൂ. അഖില ഹാദിയ ആയി മാറുന്ന സമയത്ത് ഒന്നടങ്കം ആ സമുദായം അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. അതെ, ജസ്ന ഹിന്ദു ആവണ്ട, പക്ഷേ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ആ ദൈവത്തെ ഒരു സ്ത്രീ, അവൾ ഇസ്ലാം ആവട്ടെ, തല്ലിൽ തട്ടമിടട്ടെ, ആ ദൈവത്തെ അവൾ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. അതെ. അപ്പോൾ ഈ ഇസ്ലാം തീവ്രവാദികൾ നടത്തിയ ഹിന്ദു ദൈവത്തിൻ്റെ ആരാധന, ഭക്തി, ചിത്രം വരയ്ക്കൽ, RSS കാര്യാലയത്തിൽ പോകുന്നു, സുരേഷ് ഗോപിയെ കാണുന്നു, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു യുവതിയെ ഈ മുസ്ലിം തീവ്രവാദികൾ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ അതിനൊരു പരിചയമായി നിൽക്കേണ്ട ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കില്ലേ? അത് ഈ കുറച്ച് പേര് പറയുന്ന ആരോപണം എന്താ വെച്ചാൽ ഇവരൊരു നൈസർഗികമായ കലാസൃഷ്ടിയൊന്നും അല്ല നടത്തുന്നത്, പകരം എന്തോ ഒരു ഫ്രെയിമിനകത്ത് വെച്ച് കൃഷ്ണൻ്റെ പടം പലതും പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആ പടം കണ്ടിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു സ്കെച്ച് ഇട്ടിട്ട് കളറടിക്കുകയാണ്. ആയിക്കോട്ടെ, എന്തു ആവട്ടെ, അവരുടെ തൊഴിൽ ചെയ്യുന്നു അല്ലേ, ഒരു വരുമാനം കിട്ടുന്നു, അതുകൊണ്ട് അവരുടെ കുടുംബം ജീവിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഹിന്ദുക്കളായ ജന്തുക്കളെ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഇവരെ ആക്രമിച്ചവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നു, ഗുരുവായൂരപ്പനെ വരയ്ക്കുന്നു, അതൊരു തൊഴിലായി സ്വീകരിക്കുന്നു. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ മാത്രമാണോ? ഈ ലോകത്ത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന, കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തെ ഇഷ്ടപ്പെടുന്ന എത്രയോ അന്യമതസ്ഥരെ എനിക്കറിയാം. സുനിൽ പറഞ്ഞൂടെ, ഏറ്റവും വലിയൊരു ഉദാഹരണം. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം പോലെ ഹിന്ദു ഫണ്ടമെൻ്റലിസം ഉണ്ടായി വരുന്നത് ഗുണകരമല്ല. കാരണം എങ്ങനെയാണ് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ജീവിച്ചിരിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്ന് സർസംഘചാലകൻ പറയുന്ന നാടാണിവിടെ അല്ലേ? RSSൻ്റെ പരമാധികാരി പറയുന്നു എല്ലാവരും ഹിന്ദുക്കളാണെന്ന്. അപ്പോൾ ഒരു ജസ്ന ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ചെങ്കിൽ, അത് വിൽക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തിനും നിങ്ങൾ അവരെ ആട്ടിപ്പായിക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഇസ്ലാമിക തീവ്രവാദികളെ, അവരുടെ സമുദായത്തിലുള്ള ആളുകൾ ഇവളോട് ഒരു ഷിർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഈ സ്ത്രീയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലേ വേണ്ടിയിരുന്നത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സൈബർ ആക്രമണത്തിന് ഈ സ്ത്രീയെ ഇരയാക്കിയത്? ഒരു പക്ഷേ അവർ തകർന്നു പോയത് അവിടെ ആയിരിക്കാം ഇല്ലേ? അവർ നിങ്ങളുടെ കൂടെ ദൈവമായ ഗുരുവായൂരപ്പനെ അവർ സ്നേഹിച്ചു, ആ ഗുരുവായൂരപ്പനെ വരയ്ക്കുന്നു, അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നു. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു നിശ്ചയമില്ലാതെ ഈ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ പറയുന്ന ജസ്നയെ ആക്രമിച്ച ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഹിന്ദുക്കളുടെ അഭിമാനം ഇങ്ങനെ വ്രണപ്പെട്ടത് കൊണ്ടാണല്ലോ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീ ആക്രമിച്ചത്. നീ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മുസ്ലിം നാമധാരിയെ കണ്ടാൽ നിങ്ങൾ ആക്രമിക്കണമെന്ന്? ഇല്ലല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരുന്ന ഏതൊരാളെയും നിങ്ങളൊരു ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മതം വെറും ജഡമായി പോകില്ലേ? എല്ലാ ആകാശാൽപതിതം തോയം യഥാ ഗച്ഛതി സാഗരെ സർവ്വദേവോ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നല്ലേ പറയുന്നത്. ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലമൊഴുകി കടലിൽ ചെന്നു ചേരുന്നത് പോലെ ഏത് ഈശ്വരനെ വണങ്ങിയാലും അതെൻ്റെ കേശവൻ്റെ പാദങ്ങളിലാണ് വരുന്നത് എന്നല്ലേ ഹിന്ദുക്കൾ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ഒരു ജസ്ന ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരച്ചു,
എന്നതിൻ്റെ പേരിൽ അവരെ നിങ്ങൾ ആക്രമിച്ച നിങ്ങൾ ഈ താലിബാനികളെക്കാളും മ്ലേച്ഛന്മാരല്ലേ? അല്ലേ? അങ്ങനെയാണ്. അതിൽ മനംതൊന്നാവണം ആ സ്ത്രീ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അത്യാസന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുമെങ്കിൽ അതിൻ്റെ പാപം ഇവർക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ ഈ തീവ്ര ഹിന്ദു ഭ്രാന്തന്മാർക്ക്, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം, അതിൻ്റെ ശാപം, ഗുരുവായൂരപ്പൻ്റെ ശാപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. ഇത് സനാതന മതം, സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നവരല്ലേ, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഗംഗയായി ഈ സമൂഹത്തിന്, ഈ മതത്തിന്, ഈ സമുദായത്തിന് മാറാൻ കഴിയുമെന്നാണ് എക്കാലത്തും തെളിയിച്ചത്. പക്ഷേ നിങ്ങളിങ്ങനെ ഒരു മുസ്ലിം പേര് കണ്ടാൽ, ജനനം കൊണ്ട് മുസ്ലിമായി എന്നതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഒരാളെ എതിർക്കുന്നത്? അങ്ങനെയാണോ വേണ്ടത്? മുസ്ലിം, നമ്മൾ എതിർക്കുന്ന മുസ്ലിം നമ്മളല്ല, ഇവരെതിർക്കുന്ന മുസ്ലിമായ ഒരു മനുഷ്യനെയല്ല. നമ്മൾ ദേശീയവാദികളും ഇസ്ലാമിനോട് ചിലപ്പോൾ എതിർക്കാറുണ്ട്. കാരണം മുസ്ലിം എന്ന മനുഷ്യനെയല്ല, അവരുടെ ചില വിശ്വാസ പ്രമാണങ്ങൾ കണ്ടെടുത്ത് വെച്ച് കാഫറെ കൊല്ലണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണമെന്ന് കൂടിയാണ്. അതെ, എനിക്കതിനെ പ്രതിരോധിക്കേണ്ടി വരും. അതിലാണ് നമ്മുടെ എതിർപ്പ്. പിന്നെ ഇവരുടെ ഈ പറയുന്ന ഇവരുടെ നിയമസംഹിത, ചില ചട്ടവട്ടങ്ങൾ, അതൊന്നും നമുക്ക് പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്നതല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മതനിയമങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഒരു മതനിരപേക്ഷ നിയമമാണ് രാജ്യത്ത് മതനിയമങ്ങൾക്ക് മുകളിലെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞതാണ്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലെ അനാചാരങ്ങളെ, തെറ്റായ കാര്യങ്ങളെ എതിർക്കുന്നത്. പക്ഷേ മനുഷ്യനെ നമുക്ക് എതിർപ്പില്ല, മനുഷ്യനോട് നമുക്ക് സ്നേഹമാണ് വേണ്ടത്. അപ്പോൾ ഹിന്ദുക്കൾ എന്തിനാണ് ഒരാളുടെ പേര് മുസ്ലിം പേരായതുകൊണ്ട്, ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളൊന്നുമില്ല, നമുക്കൊക്കെ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അതെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് പറയാൻ പേടിയാണ്, ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ പറയൂ എന്ന് പറയുന്ന എത്രയോ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷേ ഒരു മുസ്ലിം പേര് കാണുമ്പോൾ അതിനെ കൂട്ടത്തോടെ വെട്ടുകിളികളെ പോലെ, വേട്ടനായ്ക്കളെ പോലെ ആക്രമിക്കുന്ന പ്രവണത ഹിന്ദു നാമധാരികളായ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെക്കാളും മോശമാണ്. അത് തിരിച്ചറിയണം. ഏതായാലും ജസ്ന ഈ പറയുന്നത് പോലെ ഒരു വിവരക്കേടിൻ്റെ ആൾരൂപമായ ചില ആളുകളുടെ ചെയ്തികൾ കണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിനപ്പുറത്താണ് ഭയങ്കര പ്രചരണം. ഞാനും ഒക്കെ കണ്ടു, കുറേ FIRൻ്റെ കോപ്പിയോ പരാതിയോ ഹണി ട്രാപ്പാണെന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീയെ ആക്രമിക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അവരെ അവരുടെ സമുദായം തള്ളി. ഇനി അവരായുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ഒരു കരുണ, ഒരു കൃപ, ഒരു കടാക്ഷത്തിന് വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അവർ നിൽക്കുന്നത്. അവിടേക്ക് ഇവള് മോശക്കാരിയാണ് എന്ന് ആളുകൾ പറയുന്ന സ്ഥിതി ഉണ്ടായ ആ സ്ത്രീക്ക് പിന്നെ ആത്മഹത്യ അല്ലാതെ മാർഗ്ഗമില്ല. മെൻ്റലി തകർന്നൊരു സ്ത്രീ തകർന്നു പോയി കാണും ആത്മഹത്യക്ക്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. ആ വാർത്ത ഇപ്പോഴും സത്യമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജസ്നയെ കേരളത്തിലെ ഹിന്ദു സമൂഹം ഏറ്റെടുക്കണം. അവർ ചെയ്യുന്നതും ഒരു മാധവ സേവ തന്നെയാണ്. നിങ്ങൾ പോയി അമ്പലത്തിൽ കാണിക്കയിട്ട് ഗുരുവായൂരപ്പനെ അവിടെ കാണിക്കയിട്ട് അകത്ത് കയറി പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെടുന്നത്. ഭക്തിയേക്കാൾ വിഭക്തിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ജസ്നയോട് അനീതി കാണിച്ച എല്ലാ സുഹൃത്തുക്കളും ഇത് ക്ഷമയോടൊന്ന് കേൾക്കണം, നിങ്ങളുടെ തെറ്റ് തിരുത്തണം. ആ സഹോദരിയെ നിങ്ങളുടെ ഒരാളായി നിങ്ങൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ജസ്നയ്ക്ക് എല്ലാ ആശംസകളും തരാം. അവർ എത്രയും പെട്ടെന്ന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ തിരിച്ചു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.